ഇതാണ് ഈ വീടിന്റെ ഇന്റീരിയർ ആയിട്ടേക്കുന്നത്. എന്താ പേരെന്താ? എൻ്റെ പേര് ടെനി എന്നാണ്. നമ്മുടെ ഫേമിന്റെ പേര് ഇന്റീരിയർ ഗ്രാവിറ്റി എന്നാണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ബാക്കിയാണോ? ഓക്കെ, നമുക്ക് അകത്തേക്ക് തന്നെ കയറാം. ഈ ഇന്റീരിയറിന് എന്ത് പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്? ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ജിജോ എന്ന് പറയുന്ന ഒരു ഡിസൈനറാണ് നമുക്ക് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് വിപിന് കൊടുത്തത്. ഇത് അപ്പോൾ വിപിൻ ആ ഒരു 3D എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഇതിലെങ്ങനെയുണ്ട് അതേപോലെ തന്നെ എനിക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഫേമിലും നമ്മളുടെ വർക്കേഴ്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഇതൊരു ടൈം പീരീഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ആ കളർ തീം ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കണത്. ഇവിടെ ചെറിയൊരു ഗ്രീനിഷ് ഉണ്ട്, വുഡൻ ഫീൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടണം എങ്കിൽ അധികം കോസ്റ്റിലേക്ക് നമുക്ക് പോകരുത്. കാരണം ഒരു ഡിമാൻഡ് വിപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് വിപിൻ്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചു. അതുപോലെ തന്നെ വിപിൻ ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈവുഡിലാണ്. ഇതെല്ലാം യൂസ് ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈവുഡ് ഉണ്ട് ഇതിൽ. പിന്നെ ലാമിനേഷൻ, മെറീനോന്റെ ലാമിനേഷൻസ് ഉണ്ട്, WPC പാനൽസ് ഉണ്ട്, അങ്ങനെ വാൾപേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതൊരു ലിവിംഗ് സ്പേസ് ആണ്, ലിവിംഗ് ഏരിയ. ഇതില് ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം സീലിംഗിലെല്ലാം നമുക്ക് വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. കിച്ചണൊക്കെ ഈ സൈഡിൽ തന്നെ അല്ലേ? അതെ അതെ, കിച്ചൺ അവിടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ഒരു കൺസെപ്റ്റ് ആണ് വന്നേക്കുന്നത് നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇപ്പൊ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്നതിന്റെ കളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂലേ? അതെ 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 അതെ. ഇതിപ്പോൾ നമ്മൾ എല്ലാം ഡിസൈൻ അനുസരിച്ച് തന്നെയാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫുള്ള് ഡിസൈൻസ് 3D എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ഫുള്ള് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിലുണ്ടായിരുന്ന പോലെ തന്നെ സെയിം തന്നെ, എക്സാക്ട് സെയിം തന്നെ വേണം എന്നാണ്. ഇവിടെ 2 റൂം ഉണ്ട് അല്ലേ? ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്. ഇതാണ് പ്രെയർ ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രെയർ ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഏരിയ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് വന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ടെക്സ്ചർ വാളാണ് ചെയ്തിരുന്നത്. ഓക്കെ, നമുക്ക് മുകളിലേക്ക് പോയാലോ? ഇതൊക്കെ വുഡ് തന്നെയല്ലേ? ഇതെല്ലാം വുഡാണ്, ടീക്ക് വുഡാണ് യൂസ് ചെയ്തിരുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ഹാൻഡ് റെയിൽസ് എല്ലാം ചെയ്തിരുന്നത് ടീക്ക് വുഡാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ കേരള സ്റ്റൈലിൽ തന്നെയാണോ ഈ വീട് വന്നേക്കുന്നത്? അതെ അതെ, കേരള സ്റ്റൈലായിട്ട് കുറച്ച് കണ്ടംപററിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഡിസൈൻ വന്നേക്കുന്നത്. അപ്പൊ അത് അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ട്. ഹോം തിയേറ്റർ വേറെ ടീമാണ്. ഓക്കെ, ഇതാണ് വിപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഹോം തിയേറ്റർ. സ്പെഷ്യലായിട്ട് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല ഇത് തന്നെയാണ് വെച്ചേക്കുന്നത് അല്ലേ? അതെ അതെ അതെ, നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ട് സിസ്റ്റം ആണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ. 3 പേർക്ക് സെറ്റിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ ബീൻ ബാഗ് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിന്നെ ഗ്യാങ്ങും എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടാറുണ്ട്. മൂവി കാണാനൊക്കെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഏരിയയിലേക്ക് ഇറങ്ങാം. ഇവിടെ ചെറിയൊരു വർക്ക്ഔട്ട് ചെയ്യുന്ന സ്പേസ് ഒക്കെ ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ അതിന്. പിന്നെ മെമ്മറീസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയാണ് വിപിന്റെ മൊമെന്റോസ് ഒക്കെ ഉള്ളത്. ഓ യെസ് യെസ് യെസ്. പിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ മൊമെന്റോസും എല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുള്ള എല്ലാം കൂടെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വിപിന്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ഷാഫി സാറാ. ആദ്യമായിട്ട് വിപിനെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഷാഫി സാറാ. അപ്പം അതുകൊണ്ട് ഷാഫി സാറിന്റെ ഒരു പ്രത്യേക ഫോട്ടോ വിപിന്റെ ആഗ്രഹം പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത്. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പിക്ചർ അത് തന്നെ ആയിരിക്കുള്ളൂ ഷാഫി സാറിന്റെ. ഓ അടിപൊളി.
ഇനി അതുപോലെ നമുക്ക് ബാൽക്കണി ഒക്കെ എവിടെയാണ്? ഇതൊരു ഫ്രണ്ട് ഏരിയ ബാൽക്കണിയാണ്. ഓ ഓക്കെ ഓക്കെ. ഇവിടെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് വേണു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അത് സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഒരു ടീമാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. വേണു എന്നാണ് ആ ചേട്ടൻ്റെ പേര്. പുള്ളി വളരെ മനോഹരമായിട്ട്, വിപിൻ്റെ ഫ്രണ്ടും കൂടിയാണ്, വളരെ മനോഹരമായിട്ട് ചെയ്തത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂവിൽ അത് മനസ്സിലാവും. ഓ ഓക്കെ ഓക്കെ. ഇതാണോ എല്ലാം നമ്മുടെ കമ്പനിക്കാരാണ്. ഇത് അങ്ങോട്ട് നോക്കിയേ. വിവേ 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 എല്ലാം നമ്മുടെ കമ്പനിക്കാരാണ്. മറ്റേ CID പോലെ പോളെ കടാ എല്ലാം നമ്മുടെ കമ്പനിക്കാരാണ്. സെറ്റാണ്. അപ്പൊ ഇതാണ് വിപിയുടെ വീട്. ഭയങ്കര രസമാണ്. അത് കാണാം. ലൈറ്റ് പോയി തുടങ്ങി, നേരം ഇരുട്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചാണ് എല്ലാം കാണിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണോ? എഴുത്തുപുര. ഇതാണ് വിപിന്റെ എഴുത്തുപുര അല്ലേ? എഴുത്തുപുര. വിപിൻ ഇവിടെ രാവിലെ വെളുപ്പിന്, വിപിന്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ്, പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റാണ് വിപിൻ എഴുതുന്നത് സാധാരണ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ വന്നിരുന്നാൽ ആരും ഉണ്ടാവില്ല. സമാധാനപരമായിട്ട് ഇവിടെ നിന്ന് എഴുതാം. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. വിപിന്റെ ആഗ്രഹം പോലെ കുറെ ഗാർഡൻ വർക്ക്സ് ഒക്കെ ഇവിടെ കയറ്റാനുണ്ട്, കുറച്ച് പ്ലാന്റ്സ് കയറ്റാനുണ്ട്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനും കൂടി ഉണ്ട് ഇനി. പക്ഷെ എന്നാലും വിപിന് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഓ നൈസ് നൈസ് നൈസ്. ഇതൊക്കെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? അതെ അതെ, ഈ ഏരിയ ഒക്കെ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് അപ്പോൾ വിപിയുടെ എഴുത്തുപുര. നമ്മൾ കാണുന്ന പല സിനിമകളും പല സീനുകളും എഴുതുന്നത് ഇനി ഇവിടെ നിന്നായിരിക്കും, ഇവിടെ നിന്നാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് വിപിന്റെ ഒരു ചുരുക്കം. അവിടെ എന്താ കാണുന്നത്? മുകളിലേക്കുള്ള സ്റ്റെയർ. താഴെയാണ്. ഓ ഓക്കെ. ഇത് മുകളിലെ 2 ബെഡ്റൂം. ശരി ശരി. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇതാണ് വിപിന്റെ ഫാദറും മദറും വൈഫ് കുട്ടി. ഇത് മാത്രമുള്ള ഫാമിലി ഫോട്ടോസ്. ഇത് സിസ്റ്റേഴ്സ്, അവരുടെ മക്കള്, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിപിന്റെ. ഇതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെല്ലാം സമയത്ത് ഗിഫ്റ്റ് ചെയ്തതാ. ഇതെല്ലാം ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. മോക്ക് കിട്ടിയതുണ്ടല്ലോ. ഉണ്ട്. മിഴിക്ക് കിട്ടിയ വിപിനും വിഷ്ണുവും കൂടി ഉള്ളതാ. ഇങ്ങനെയൊക്കെ. ഓ യെസ് യെസ് യെസ്. നൈസ്. ആ ഒരു കൂട്ടുകെട്ട് എന്നും ദൃഢമായിരിക്കട്ടെ. അപ്പോൾ ഇതാണ് കിച്ചൺ അല്ലേ? കിച്ചൺ വളരെ നീറ്റായിട്ട് ചെറിയൊരു അടിപൊളി കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എന്താ പ്രത്യേകതകൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ കളർ തീം കൊടുത്തേക്കണത് ആ ഡിസൈൻ പ്രകാരമാണ്. പിന്നെ ഇവിടെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾക്ക് സെക്കൻഡ് കിച്ചൺ അഥവാ ഒരു ഇപ്പുറത്തുണ്ട്. അപ്പൊ കൂടുതലും വർക്കെല്ലാം നടക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും. എല്ലാം കൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയയിലേക്ക്. നൈസ്. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ വിപിൻ്റെ വീട്. വളരെ മനോഹരമായി ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇത് ഇദ്ദേഹത്തിനെ പോലെ ഒരുപാട് കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി ചേർന്നൊരു അടിപൊളി വീടാണ് അപ്പോൾ വിപിക്ക് വേണ്ടിയിട്ട് അല്ലേ എല്ലാവരും കൂടി ചെയ്തേക്കുന്നത്.